Fourth chapter, chemical kinetics. Chemical kinetics. Chemical kinetics means study of rates of chemical reaction and the factors which influencing them. The factors influencing the rates of chemical reactions are: first one, nature of the reactant; second one, concentration of the reactant; then third one, pressure; fourth one, temperature; then fifth one, presence of catalyst; next, presence of light. നമ്മളിവിടെ കംപ്ലീറ്റ് ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഇവിടെ പഠിക്കുന്നത് ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്, വാട്ട് ഈസ് മീൻ ബൈ റേറ്റ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. Rates of chemical reaction. Rates of chemical reaction means the speed or velocity with which a chemical reaction takes place. Speed or velocity with which a chemical reaction takes place. അതിൻ്റെ മീനിങ്, എത്ര സ്പീഡിൽ, ഇന്ന സ്പീഡിൽ അല്ലെങ്കിൽ ഇന്ന വെലോസിറ്റിയിൽ ഒരു റിയാക്ഷൻ നടക്കാം, അതാണ് എന്ത് റേറ്റ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ വാട്ട് ഈസ് റേറ്റ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? The speed or velocity with which a chemical reaction takes place. So, depending upon the speed, these chemical reactions are classified into, or depending upon the rate, or depending upon the velocity, chemical reactions are classified into three types. First one, very fast reaction. Very fast reaction. An example പറയുന്നത് precipitation reaction എന്ന് പറയാൻ പറ്റും. Precipitation reaction. പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ സിൽവർ നൈട്രേറ്റ് റിയാക്ട്സ് വിത്ത് സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സിൽവർ ക്ലോറൈഡിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വളരെ പെട്ടെന്ന് ഫോം ചെയ്യും. അപ്പം വെരി ഫാസ്റ്റ് റിയാക്ഷൻ എന്ന് പറയാൻ പറ്റും. സെക്കൻഡ് വൺ, മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റും. മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻ. മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റും അല്ല എന്നാലും സ്ലോ അല്ല. ഇപ്പോൾ മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. നിങ്ങൾ കഴിഞ്ഞ വർഷം സുവോളജിയിലെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, അതായത് കെയിൻ ഷുഗറിനെ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ചേഞ്ചസ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അത് ഇതിനടുത്ത കേസിലെ തേർഡ് വൺ പറയുന്നത് എക്സ്ട്രീംലി സ്ലോ റിയാക്ഷൻ. എക്സ്ട്രീംലി സ്ലോ റിയാക്ഷൻ. എക്സ്ട്രീംലി സ്ലോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ മെല്ലെ നടക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും, വളരെ പെട്ടെന്ന് കിട്ടുന്ന എക്സാമ്പിളാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. ഓക്കെ, ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ റേറ്റ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? സിമ്പിളായിട്ട് പറയാൻ പറ്റും, ദ സ്പീഡ് ഓർ വെലോസിറ്റി വിത്ത് വിച്ച് എ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്പീഡ് ഓർ വെലോസിറ്റി ഓർ റേറ്റ്, ദിസ് കെമിക്കൽ റിയാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ടൈപ്സ്. ഫസ്റ്റ് വൺ, വെരി ഫാസ്റ്റ് റിയാക്ഷൻ, മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻ, ദെൻ എക്സ്ട്രീംലി സ്ലോ റിയാക്ഷൻ. ക്ലിയർ. ഇത് ഈ പാർട്ടിൻ്റെ. ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് എത്ര ടൈപ്പിൽ റേറ്റ് പറയാൻ പറ്റും. രണ്ട് ടൈപ്പിൽ നമുക്ക് റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത പാർട്ട്. ഓക്കെ, ഈ പാർട്ടിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞാൽ വാട്ട് ഈസ് ആവറേജ് റേറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ. ഞാനിവിടെ കൺസിഡർ ദി ജനറൽ റിയാക്ഷൻ ആർ മീൻസ് റിയാക്റ്റൻ്റ് ഗിവ്സ് പ്രൊഡക്റ്റ്. റിയാക്റ്റൻ്റ് ഗിവ്സ് പ്രൊഡക്റ്റ്. റിയാക്റ്റൻ്റ് ഗിവ്സ് പ്രൊഡക്ട്സ്. ഇപ്പോൾ റിയാക്റ്റൻ്റ് ഞാനിവിടെ ആർ എന്ന് എഴുതാം, ഗിവ്സ് പ്രൊഡക്റ്റിന് പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ദിസ് എൻ എക്സാമ്പിൾ ഫോർ എ ഇറിവേഴ്സിബിൾ പ്രോസസ്. എക്സാമ്പിൾ ഫോർ എ ഇറിവേഴ്സിബിൾ പ്രോസസ്. സോ റിയാക്റ്റൻ്റ് ഗിവ്സ് പ്രൊഡക്റ്റ്. ദെൻ വാട്ട് ഹാപ്പൻസ് ദിസ് റിവേഴ്സിബിൾ പ്രോസസ് ടേക്സ് പ്ലേസ്? നമുക്ക് പറയാൻ പറ്റും ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഡിക്രീസസ് ഓർ ദി കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഇൻക്രീസസ്. ദാറ്റ് ഈസ് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. എന്ത്? ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങനെ എഴുതാം, decrease in concentration of reactant by time taken. Time taken എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? or increase in concentration of product ബൈ എന്ത് എഴുതാം? ടൈം ടേക്കൺ. ഇങ്ങനെ എഴുതാം.
അപ്പോൾ നമ്മൾ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഓർ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ റിയാക്ടൻ്റ് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ ഇവിടെ എന്ത് പറയാം, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ റിയാക്ടൻ്റ് ഓർ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദിസ് ഈസ് കോൾഡ് ആവറേജ് റേറ്റ്. എക്സ്പ്രസ് ചെയ്യുന്നത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ വാട്ട് ഈസ് ആവറേജ് റേറ്റ്? ആവറേജ് റേറ്റ് ഈസ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ റിയാക്ടൻ്റ് ഓർ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. നമുക്ക് ഈ ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടോ? ഡിക്രീസിന് മൈനസ് എഴുതാം. മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡെൽറ്റ ടി ദറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഇൻക്രീസ് ആണ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പോൾ മൈനസ് റെപ്രസെൻസ് ഡിക്രീസ്, പ്ലസ് റെപ്രസെൻസ് ഇൻക്രീസ്. ഓക്കെ, അത് നമുക്ക് ഒരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്താൽ, ഗ്രാഫിക്കലി ജസ്റ്റ് ഈ രണ്ട് സാധനം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രാഫ് വരച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ, ഇവിടെ കോൺസെൻട്രേഷൻ നമ്മൾ സാധനം സ്ക്വയർ ബ്രാക്കറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ പറയാം മൊളാരിറ്റിയാണ്. ഇപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ. ഇപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ പറയാം, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ചുരുക്കിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ ആർന്ന് എഴുതാം, ഇവിടെ ടൈം എഴുതാം. എന്താ സംഭവിക്കും? ടൈം ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ റിയാക്റ്റൻ്റ് ഡിക്രീസസ്. ഇങ്ങനെ പറയും ഗ്രാഫ്. ഇനി അത് പ്രൊഡക്റ്റിൻ്റെ കേസിൽ വെച്ച് പറയുന്നുണ്ടെങ്കിൽ, ഗ്രാഫ് പ്രൊഡക്റ്റിൻ്റെ കേസിൽ വെച്ച് പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്, ഇവിടെ എന്ത് ചെയ്യാം? ടൈം എഴുതുന്നതാണെങ്കിൽ ആ ഗ്രാഫ് നേരെ ഇൻക്രീസ് ചെയ്യുന്ന പാറ്റേണിൽ വരും. ഓക്കെ, ക്ലിയർ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മെന്റ് ബൈ ആവറേജ് റേറ്റ്? ഒന്ന് പറഞ്ഞു വയ്ക്കാം. ആവറേജ് റേറ്റ് ഈസ് ദി ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഓർ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദിസ് ഈസ് കോൾഡ് ആവറേജ് റേറ്റ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ആവറേജ് റേറ്റ് ഇല്ലേ, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ആവറേജ് റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഉപയോഗിച്ചിട്ടാണ്. റെപ്രസെൻ്റ് ലെറ്റർ ആറാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ചെയ്താൽ, PCl3 പ്ലസ് Cl2 ഗിവ്സ് PCl5 എന്ന് എഴുതി. എൻ്റെ ഇതിൽ ആവറേജ് റേറ്റ് ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് PCl3 ബൈ ഡെൽറ്റ ടി that is equal to minus delta concentration of Cl2 by delta T that is equal to plus delta concentration of PCl5 by delta T. ഇങ്ങനെ എഴുതി ആവറേജ് റേറ്റ്. ഇതേപോലെ ജനറൽ ഇക്വേഷൻ ഏതാ? എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ഡി ഡി എന്ന് എഴുതിയാൽ ഇവിടെ ആവറേജ് റേറ്റ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി is equal to minus 1 by A delta concentration of A by delta T that is equal to minus 1 by B delta concentration of B by delta T that is equal to plus 1 by C delta concentration of C by delta T that is equal to plus 1 by D delta concentration of D by delta T എന്ന് എഴുതാം. ഇതാണ് ശരിക്കും നമ്മൾ പഠിച്ച ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൻ്റെ എക്സ്പ്രഷനാണ് ഈ സാധനം പറയുന്നത്. ഓക്കെ, ഇനി ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് അല്ല, നോട്ട് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, ദിസ് ഈസ് ആവറേജ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എഴുതിയതെല്ലാം ആവറേജ് റേറ്റിൻ്റെ കേസാണ് എഴുതി വെച്ചത്. ഇനി നമ്മൾ പറയുന്നത് ഈ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് തന്നെ വരുന്നുണ്ടോ? റേറ്റ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ഡി എക്സ് ബൈ ഡി ടി എന്ന് ഉപയോഗിച്ചിട്ടാണ്. ഡി എക്സ് ബൈ ഡി ടി റെപ്രസെൻ്റ് ലെറ്റർ 6 തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷന് ജനറലായിട്ട് കൊടുക്കുക. ഈ ഇക്വേഷൻ്റെ ഇതിൻ്റെ കേസിൽ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എഴുതാം. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് 1 ബൈ എ ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 by B d concentration of B by dt that is equal to plus 1 by C d concentration of C by dt that is equal to plus 1 by D d concentration of D by dt ഇങ്ങനെ എഴുതാം. ഓക്കെ, അത് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പം നമുക്ക് നോക്കാം. വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിൽ തന്നെ എഴുതാം. ഈ PCl3 പ്ലസ് Cl2 ഗീവ്സ് PCl5 നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എഴുതാം. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എഴുതുമ്പോൾ
dx by dt equal to minus d concentration of PCl3 by dt, that is equal to minus d concentration of Cl2 by dt, that is equal to plus എന്താ ചെയ്താ പ്ലസ് മൈനസ് അല്ല പ്ലസ് എന്താ ചെയ്താ പ്ലസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് PCl5 ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ഇത്. അപ്പോൾ നമുക്ക് അതും കിട്ടി. അപ്പം ആവറേജ് റേറ്റ് എഴുതുമ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നതും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എഴുതുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്നതും. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് പാർട്ട് നമ്മളിവിടെ പഠിച്ചത് റേറ്റ് പഠിച്ചു, ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഇനി ഞാനിവിടെ ചെയ്യുന്നത് കൺസിഡർ ദി ജനറൽ റിയാക്ഷൻ എ പ്ലസ് ബി ഗിവ്സ് പ്രൊഡക്റ്റ്. എ പ്ലസ് ബി ഗിവ്സ് പ്രൊഡക്റ്റ് ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷനാണ്, അല്ലെങ്കിൽ ജനറൽ റിയാക്ഷനാണ്. എ പ്ലസ് ബി ഗിവ്സ് പ്രൊഡക്റ്റ്. ഇനി ഇവിടെ ഞാൻ എഴുതുന്നത് അക്കോർഡിംഗ് ടു റേറ്റ് ലോ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ബി എന്ന് എഴുതി. മീനിങ് the rate of chemical reaction is directly proportional to the product of molar concentration of the reactants. Product of molar concentration of the reactant. That is R is equal to K into concentration of A into concentration B എന്ന് എഴുതാം. Where K is called rate constant അല്ലെങ്കിൽ specific reaction rate എന്ന് പറയും. സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ്. അപ്പോൾ ഒന്നും കൂടെ, വാട്ട് ഈസ് റേറ്റ് ലോ? റേറ്റ് ലോ മീൻസ് നമ്മൾ വേറെ ടൈപ്പിൽ പറഞ്ഞാൽ റേറ്റ് ലോ ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ്. ദറ്റ് ഈസ് അക്കോർഡിംഗ് ടു റേറ്റ് ലോ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ്. ദറ്റ് ഈസ് R പ്രൊപ്പോർഷണൽ ടു A into B. Then R is equal to K into A into B. This is called rate law expression. Rate law expression where K is called rate constant or specific reaction rate. അതിൽ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആ റേറ്റ് കോൺസ്റ്റന്റ് K എന്ന് പറഞ്ഞാൽ K is equal to R ആണ്. എപ്പോഴറിയാം? കോൺസെൻട്രേഷൻ ഓഫ് A is equal to concentration of B, that is equal to 1. അപ്പോൾ what is rate constant? Rate constant is the rates of chemical reaction when the molar concentration of the reactant is unity. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഒരു പോയിന്റ് കൂടെ പറയാം. യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് കോൺസെൻട്രേഷൻ ബൈ ടൈമാണ്. റേറ്റിൻ്റെ യൂണിറ്റ് കോൺസെൻട്രേഷൻ ബൈ ടൈമാണ്. നമ്മളിവിടെ പറയുന്ന കോൺസെൻട്രേഷൻ മോളാർ കോൺസെൻട്രേഷൻ ആണ്. സോ മോൾ ലിറ്റർ റൈസ് ടു -1 ടൈം ഇൻ സെക്കൻഡ്. അങ്ങനെയാണ് യൂണിറ്റ് എന്ത് വരും? മോൾ liter raised to -1 second raised to -1 is the unit of rate. ഓക്കെ, ഇപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റ് അതാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ആവാം. അപ്പോൾ വാട്ട് ഈസ് റേറ്റ് ലോ? റേറ്റ് ലോ ഈസ് ഡിഫൈൻഡ് ആസ് the rates of chemical reaction is directly proportional to the product of molar concentration of the reactant. Okay, clear.